എന്നാൽ പിന്നെ നമുക്കിതങ്ങ് പൊട്ടിച്ചാലോ. ഈ പാഴ്സൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഈ പാഴ്സൽ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ തന്നെ ഓർഡർ ചെയ്യുന്ന സാധനമാണ്, അതുകൊണ്ട് അതിനകത്ത് എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ആണതല്ലേ. കത്രിക ഇനി എവിടെയാണ്? കത്രിക കിട്ടിയിട്ടുണ്ട്, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ, അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. 1 2 ഇവിടെയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടും ആമസോണും പോലെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഷീൻ എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പ് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് നമ്മൾ അതെല്ലാം ഓൺലൈൻ ത്രൂ കാണുന്നതല്ല, നമ്മുടെ കയ്യിൽ കിട്ടി അത് സംതൃപ്തി അടയുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക്. ഇത് വന്നിട്ടൊരു വൂളൻ സ്കാർഫാണ്. ഉള്ളതല്ലേ? ഇത് സ്റ്റൈൽ ചെയ്യാൻ സത്യത്തിൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി പഠിച്ചിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ജീൻസിൻ്റെ കൂടെ ഇതിട്ടിട്ട് സ്റ്റൈൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ വാങ്ങിയൊരു ഡ്രസ്സാണിത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെങ്കിൽ നമ്മൾ ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യും. ദെൻ തേർഡ് വൺ, മൈ ഫേവറേറ്റ് കളർ. നല്ല രസമുണ്ടല്ലോ. ഇതിൻ്റെ ബ്ലാക്ക് വാങ്ങാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എൻ്റെ ഈ അലമാര തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്കാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇല്ലാത്ത കളറുകൾ നമ്മൾക്ക് വാങ്ങാം. അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്കിനെക്കാട്ടി വേറെ ഏത് കളറ് ചേരും എന്നുള്ളത്. അങ്ങനെ ഞാൻ മഞ്ഞയിലേക്ക് എത്തിപ്പെട്ടു. ഇത് വന്നിട്ട് ഒരു സ്കേർട്ട് പോലെ വന്നിട്ട് കണ്ടില്ലേ, ചില സ്കൂളിലത്തെ യൂണിഫോം. ഇതിൻ്റെ കൂടെ നമുക്ക് അകത്ത് ഏത് ഡ്രസ്സും ഇട്ട് സ്റ്റൈൽ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കണ്ടു നിങ്ങൾ, പിന്നെയും ഒരു ബ്ലാക്ക്. ഇപ്പം ഇങ്ങനെ ഒരു ഫുൾ ടൈറ്റ് ഡ്രസ്സാണ്. ഇനി ഞാൻ ബ്ലാക്ക് വാങ്ങില്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാൻ ഒരു ടവൽ വാങ്ങി, പക്ഷേ ഇത് കുളിക്കാൻ തികയുമോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. പിന്നെ എനിക്കധികം മുടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ട്. ഞാൻ ഈ ക്രോപ്പ് ടീഷർട്ട്സ് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതൊരുമാതിരി ഈ ജേഴ്സി സ്പോർട്സ് ഡ്രസ് മെറ്റീരിയൽ പോലെ ആയിപ്പോയി. ജേഴ്സി മെറ്റീരിയലില്ലേ, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത് സത്യത്തിൽ. ഈ നോർമലി ടീഷർട്ട് കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ ഒരു പോളിസ്റ്റർ ടൈപ്പ് സാധനമായിപ്പോയി. കുഴപ്പമില്ല, അനിയത്തിക്ക് കൊടുക്കാം. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ മുടി ഭയങ്കര ഫ്രിസ്സാവും. ഇവിടെ ഒന്നും കാണാൻ കുഴപ്പമില്ല, പക്ഷേ ഈ എൻഡിലേക്ക് വരുമ്പോൾ ഭയങ്കര ഫ്രിസ്സായി ചകിരി പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മുടി ഫ്രിസ്സാക്കുന്നതിന് ഒരു ഫാക്ടറാണ് ഈ പറയുന്നത്. ഈ ബെഡ്ഷീറ്റ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ, അതൊക്കെ കോട്ടൺ ആയിരിക്കണം. അതൊക്കെ എപ്പോഴും നമുക്കങ്ങനെ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇത് ഒരു സാറ്റിൻ്റെ ഒരു ഹെയർ കവർ ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. സോ അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇത് തലയിലിട്ടിട്ട് കിടക്കുക. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഹെയർ അത്രയും ഫ്രിസ്സാവാൻ അനുവദിക്കില്ല. സോ ഞാനിത് എല്ലായിടത്തും ഇനി തൊട്ട് ക്യാരി ചെയ്യുന്നതായിരിക്കും. ഇതൊരു ട്രാക്ക് സ്യൂട്ടാണ്. എൻ്റെ കയ്യിൽ ആകെ എനിക്ക് രണ്ടോ മൂന്നോ പാൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണോടെ വാങ്ങാം, അങ്ങനെ വാങ്ങിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതൊരു സോക്സാണ്. ഈ റെയിൻബോ പാറ്റേൺ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഫുൾ ബ്ലാക്കിൻ്റെ കൂടെ ഈ സോക്സ് ഇട്ടിട്ട് ഒരു സ്റ്റൈല് പരീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ആദ്യം, പിന്നെ ഞാൻ നോക്കിയിരുന്ന് വാങ്ങിയതാണ്. വാട്ടർ ബോട്ടിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു വേറൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ്, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പക്ഷേ ഞാൻ എന്തൊരു മണ്ടകുത്തിയല്ല. ഇതിലുണ്ടോ ആപ്പിൾസ്, ബ്ലൂബെറി, അങ്ങനെ എന്തെങ്കിലും ഓറഞ്ച് എന്തെങ്കിലും ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് വെള്ളം ഇതിൽ നിറയ്ക്കുക, ഇതിനകത്തേക്ക് വെക്കുക. സോ ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്ന് പറയുന്നത് പോലെ അപ്പം ഏത് ഫ്രൂട്ട്സാണോ, ആപ്പിളാണ് ഞാനിപ്പം കട്ട് ചെയ്ത് ഇതിൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻഫ്യൂസ്ഡ് വാട്ടർ കിട്ടും. ഏത് ഫ്രൂട്ടാണോ കട്ട് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇൻഫ്യൂസ്ഡ് വാട്ടർ കിട്ടും. സോ വെറുതെ പച്ചവെള്ളം കുടിക്കുന്നതിലും ബെറ്ററാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നല്ലേ. ഇത് ഒരു ഷോർട്ട്സ്, ദെൻ അതിൻ്റെ തന്നെ ഒരു ടീഷർട്ട്. നല്ല മെറ്റീരിയലാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പുറയിലൊക്കെ കാണുന്നത് എൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറങ്ങി വരുന്ന മുടിയാണ് ഗൈസ്, പ്ലീസ് ക്ഷമിക്കുക.
കാരണം ഇപ്പം എൻ്റെ മുടി അറിയാമല്ലോ ഇത്രയും ലെങ്ത്തേ ഉള്ളൂ. സോ ഇവിടെ വരെ ടൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അഹങ്കാരമാണ് ഞാൻ ഇവിടെ കൊണ്ട് കെട്ടുന്നത്. അപ്പോൾ താഴെ എത്താൻ പറ്റാത്ത പാവം മുടികൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നതാണ് നിങ്ങളെ കാണുന്നത്. കുറേ പേരുടെ അടുത്ത് ചോദിച്ചു മന്നേനി എന്നും ഈ എന്താ അമ്മച്ചിക്കട്ടോ ബോബിക്കട്ടെന്ന് പറഞ്ഞതിനെ കളിയാക്കാറുണ്ട്. അതായിരിക്കുമോ ഇനി എന്നെന്ന്. ഞാൻ ഒരു പിക്സിക്ക് ശ്രമിക്കുന്നുണ്ട്, ഒരു ബോയ് കട്ടിന് ഒത്ത്. അതിനുശേഷം ഞാൻ പിന്നെ മുടി വളർത്തുന്നതായിരിക്കുമെന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇതും ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്ന സാധനമാണ് കുറേ നാളായിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത്. നല്ലതല്ലേ, നല്ല രസമില്ലേ? പിന്നെയും ബ്ലാക്ക് കണ്ടോ. ഇത് അതിൻ്റെ ടോപ്പ് ഫുൾ പാൻസാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പാണ്. ഇതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ തെർമൽ വിയേഴ്സ് യൂസ് ചെയ്യും. സോ നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞ ഷീൻ സൂപ്പറാണെന്ന് കണ്ടില്ലേ. കുറച്ച് ഇയർ റിങ്സ് ആണ്. കാത് കുത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലാതെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സംഭവങ്ങളുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് ഇവിടെയാണോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരു പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. ഈ മുടി ഇതെന്തെല്ലാം ഒരേപോലെ ഇരിക്കുന്നത്? ഇങ്ങനെയല്ലല്ലോ ഞാൻ അതിൽ കണ്ടത്. സഹകരിക്കെൻ്റെ കാതെ. ചേരുന്നില്ലെന്ന് മാത്രം നിങ്ങൾ പറയരുത്. കൊള്ളാം. എനിക്ക് തോന്നുന്ന മേലത്തത് മാത്രം മതിയെന്നോ. കണ്ണ് കോങ്കണ്ണായി പോരുതോ. എൻ്റെ അനിയത്തിക്കുള്ള മെസ്സേജാണ്, ഇത് നിനക്ക് തരില്ല. ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, ലുക്ക് അറ്റ് ദിസ്. എനിക്ക് ഇങ്ങനൊരു കോമ്പിനേഷൻ ഇല്ല. ഞാൻ ആദ്യം ഇതിപ്പോൾ ഗ്രീനാണ് കേട്ടോ, ഒരു ഡാർക്ക് ഗ്രീനും ഒരു വൈറ്റും. അപ്പം ആദ്യം ബ്ലാക്കും വൈറ്റും പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ഇത് ഉണർന്നു. വേണ്ട, ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, ഓൾറെഡി വൈറ്റ് ഉണ്ട്, ഇനിയും വേണ്ട. അങ്ങനെ ഞാൻ ഈ ഒരു കളറിലേക്ക് എത്തിച്ചേർന്നു. ബട്ട് എനിക്കതിൽ ആ ഒരു തീരുമാനത്തിൽ എനിക്ക് റിഗ്രറ്റൊന്നുമില്ല. കാരണം പ്രോഡക്റ്റ് ആൻഡ് കളർ കോമ്പിനേഷൻ ഈസ് സോ നൈസ്. ഇങ്ങനൊരു സ്കേർട്ട് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു സ്കേർട്ട് പോലെ തോന്നുന്നില്ലേ? പക്ഷേ അങ്ങനെയല്ല ഗൈസ്, ഇതൊരു ട്രൗസറാണ്. മനസ്സിലായോ? ഇതൊരു ട്രൗസറാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഷോർട്ട്സ് പോലെ വരും. പക്ഷേ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ നമുക്കൊരു സ്കേർട്ടായിട്ട് തോന്നും. പക്ഷേ സത്യത്തിൽ ഇതൊരു ട്രൗസറാണ് ഗൈസ്. കണ്ടിട്ട് ഇത്തിരി വലിപ്പം തോന്നുന്നുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ നമുക്കത് വേസ്റ്റ് കറക്റ്റ് ആയിരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുണ്ട്. അത് ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിത് എടുക്കുക, നമ്മുടെ കഴുത്തിന് ചുറ്റും വെച്ച് നോക്കുക. ഞാൻ അത് തിരിച്ച് കാണിച്ചത്. എടുക്കുക, യു ഡു ഇറ്റ്. കണ്ടോ, ഇച്ചിരി പോർഷൻ ഇവിടെ ലൂസ് ഉണ്ട്. കണ്ടോ. ഇതും കുറച്ച് സോക്സ് ആണ്. ഇത് പക്ഷേ മറ്റേ ടോ സോക്സ് അല്ല, അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അതാണ്. ടോ സോക്സ് ഒക്കെ ഔട്ടായി. ഇപ്പം കുറച്ച് ലെങ്ത്തായിട്ടുള്ള സോക്സ് ഇടുക. എന്നിട്ട് ഫുൾ പാൻസ് ഇട്ടിട്ട്, ടൈറ്റ്സ് പോലത്തെ പാൻസ് ഇട്ടിട്ട്, എന്നിട്ട് മുട്ട് വരെയുള്ള സോക്സ് ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷേ ഈ ട്രെൻഡ് എപ്പം ഞാൻ ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു 4 pairs ഓഫ് സോക്സ് ആണ് ഇത്. ഒരു കമ്മൽ, അടുത്ത കമ്മൽ. ഇതോടെ പാഴ്സൽ പൊട്ടിക്കൽ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തൊരു പാഴ്സൽ പൊട്ടിക്കൽ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.